യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഒരുമിച്ച് പങ്കിടുന്നതായ, ആ കൂട്ടായ്മയിൽ പങ്കിടുന്നതായ ആത്മീകമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിക്കുന്നത് ആരാധന എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ക്രൈസ്തവരും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് ആരാധന എന്ന് പറയുന്നത്. ഇനിയും ക്രൈസ്തവർ മാത്രമല്ല, മറ്റു മതങ്ങളും അവർ ആരാധനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്നാൽ ദൈവവചനം ആരാധനയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വളരെയധികം വ്യത്യസ്തവുമാണ്. അതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതായ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം. അത് പ്രവാചക പുസ്തകങ്ങളും യേശു ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അവർ വളരെ ശബ്ദമെടുത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ബഹുമാനിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നെങ്കിലും അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്നതായ അനുഭവം. അതായത് ആരാധിക്കുന്ന ആളുകളെ ദൈവം നോക്കുന്നത് കേവലം ആ ശബ്ദത്തെ മാത്രമല്ല, ദൈവം നോക്കുന്നത് അവരുടെ ഹൃദയത്തെയാണ്. അവരുടെ ഹൃദയം എന്ന് പറയുമ്പോൾ അവർ ദൈവത്തോട് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു, അവർക്ക് ദൈവമായിട്ടുള്ള കൂട്ടായ്മയെക്കുറിച്ചാണ് ദൈവത്തോട് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എത്രത്തോളം ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു എന്ന് പറഞ്ഞാലും, എത്രത്തോളം വാദ്യഘോഷങ്ങൾ മുഴക്കി എന്ന് പറഞ്ഞാലും, നമ്മളുടെ ആരാധന ഹൃദയംഗമായി മാറുകയില്ല. നമ്മൾ ഓരോരുത്തരും ഹൃദയംഗമായ ആരാധനയാണ് ദൈവത്തിന് അർപ്പിക്കേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വളരെ വിപ്ലവകരമായ കാര്യം കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്. അത് നമുക്ക് വായിക്കാൻ കഴിയുന്നത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങളിലാണ്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. അടുത്തത് 4-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഈ ഒരു വാക്യം നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നത് ആരാധനയെ സംബന്ധിച്ചുള്ള യേശുക്രിസ്തുവിന്റെ വളരെ വിപ്ലവകരമായ ഒരു പ്രസ്താവനയാണ്. ഇവിടെ യേശുക്രിസ്തു ശമരിയ എന്ന രാജ്യത്തിലേക്കാണ് വന്നു നിൽക്കുന്നത്. അവിടെ നമുക്കറിയാം, ഈ ശമര്യരും യഹൂദരും തമ്മിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം എന്ന് പറയുന്നത് അവർ തമ്മിൽ ഐത്വമുണ്ട്, തൊട്ടു തീണ്ടി കൂടായ്മ അവിടെ നിലവിലുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യഹൂദനായ കർത്താവ് യേശുക്രിസ്തുവും അതേപോലെ തന്നെ ശമരിയ ദേശത്തെ ഒരു പ്രതിനിധി എന്ന് വേണം നമുക്ക് പറയാൻ കഴിയുന്ന ശമരിയക്കാരത്തി ഈ സ്ത്രീയും തമ്മിലുള്ള സംഭാഷണം. ആ സംഭാഷണത്തിൽ ആ സ്ത്രീ തങ്ങളുടെ പിതാക്കന്മാർ ഇവിടെ ആരാധിച്ചു വന്നിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നു, ഇനി നിങ്ങൾ ആരാധിക്കുന്നത് ആ മലയിലുമല്ല, ഈ മലയിലും അല്ല എന്നുള്ള നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അതായത് ആരാധനയുടെ സ്ഥലങ്ങളെല്ലാം മാറുകയാണ്. എന്തുകൊണ്ടാണ്? പുതിയ നിയമ വെളിപ്പാട് കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് നൽകുന്നതായ പുതിയ നിയമ വെളിപ്പാടിൽ ആരാധന എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. അതൊരിക്കലും പഴയ നിയമത്തിന്റെ ആ ഒരു പ്രേരകമായിട്ടുള്ള ആരാധന രീതികളല്ല. മറിച്ച് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളിൽ പറയുന്നത് പോലെ, അതേ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഒരു പ്രായോഗിക ആരാധനയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് ആരാധന എന്ന് പറയുന്നത് കേവലം ഞായറാഴ്ചകളിൽ നമ്മൾ 1-2 മണിക്കൂറുകൾ നമ്മുടെ സഭഹാളിൽ കടന്നു വന്നിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചേർച്ചിൽ കടന്നു വന്നിട്ട് നമ്മൾ പാട്ടുകൾ പാടുകയും ഉറക്കെ കരങ്ങൾ ഉയർത്തി നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തതാണ് ആരാധന. പലപ്പോഴും നമ്മൾ അങ്ങനെയല്ല പറയുന്നത്, ഞങ്ങൾ ഇന്ന് ആരാധനയ്ക്ക് പോകുകയാണ്, അങ്ങനെയല്ല പറയുന്നത്. അതേപോലെ തന്നെ ആരാധന എന്ന ആ പുതിയ നിയമ വെളിപ്പാടിനെ കുറിച്ച് അനേകർക്കും അറിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സത്യം. ഇവിടെ കർത്താവ് യേശുക്രിസ്തു ഈ ശമരിയക്കാരത്തി സ്ത്രീയോട് പറയുന്നതായ ഈ വാക്കുകൾ അത് സൂചിപ്പിക്കുന്നത് ആരാധന ഒരിക്കലും ഒരു സ്ഥലത്തെ ചുറ്റിപ്പറ്റിയല്ല. ഒരു സ്ഥലമല്ല അവിടെ പ്രധാനം. നമ്മുടെ സഭാഹാളിൽ ആരാധിക്കുക എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. ആരാധന എന്ന് പറയുന്നത്
അത് നമ്മുടെ ജീവിതം തന്നെ ഒരു ആരാധനയായി മാറണം. അതല്ലേ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ബുദ്ധിയുള്ള ആരാധന. അങ്ങനാണെങ്കിൽ ബുദ്ധിയില്ലാത്ത ആരാധനയുമുണ്ട്. അതായത് നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ആരാധന എന്ന് പറയുന്നത് കേവലം പാട്ടുകൾ പാടുക, ദൈവത്തെ സ്തുതിക്കുക, നല്ല വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുക. എത്രത്തോളം ശബ്ദത്തിന്റെ ആ വാട്സ് കൂടുന്നുവോ നമ്മൾ പറയും ഇന്നത്തെ ആരാധന വലിയൊരു അനുഗ്രഹമായിരുന്നു. എത്രത്തോളം നമുക്ക് ഒരു ആരാധനാ യോഗത്തെ ശബ്ദ സൗന്ദര്യം കൊണ്ട്, അതേ പാട്ടുകളുടെ ഈണം കൊണ്ട് മനോഹരമാക്കാൻ കഴിയുന്നുവോ, അപ്പോൾ നമ്മൾ പറയും ഇന്നത്തെ ആരാധന വളരെ അനുഗ്രഹമായിരുന്നു. വാസ്തവത്തിൽ ആ ഒരു കാഴ്ചപ്പാടൊക്കെ എനിക്ക് തോന്നുന്നില്ല അത് വേദ അനുസരണമാണെന്നുള്ളത്. ദൈവത്തിന്റെ വചനം ഒരിക്കലും അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചല്ല ആരാധന എന്ന് പറയുന്നത്. ആരാധന അത് ബുദ്ധിയുള്ള ആരാധനയായി തീരണം. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് അർപ്പിക്കുന്നതായ, നമ്മുടെ സ്വയത്തെ, നമ്മുടെ ദേഹത്തെ, ദേഹിയെ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മളുടെ ആരാധന. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കും, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഞായറാഴ്ചകളിലും മറ്റും പള്ളിയിലൊക്കെ പോയി ഈ ആരാധിക്കുന്ന ആരാധന പാട്ടുകളൊക്കെ പാടുന്നത് അത് ആരാധന അല്ലേ? ഞാനത് ആരാധന അല്ലെന്നല്ല പറയുന്നത്, മറിച്ച് അതൊരു ആരാധനയുടെ ഭാഗമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ദൈവം നമ്മെ നടത്തിയ വഴികളെ പാട്ടുകളിലൂടെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി സംസാരിക്കുന്നു. അത് ഒരു സെലിബ്രേഷൻ, ഒരു ആഘോഷം എന്നവണ്ണം നമ്മൾ അന്ന് കൊണ്ടാടുന്നു, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ആരാധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് നമ്മുടെ പ്രവൃത്തി പദങ്ങളിലാണ്, നമ്മുടെ ജീവിതത്തിലാണ്. ജീവിതത്തിൽ വിജയം പ്രാപിക്കുന്നവർക്ക് മാത്രമേ നന്നായിട്ട് ആരാധിക്കുവാൻ കഴിയത്തുള്ളൂ. ഞാൻ ഈ സമയത്ത് ഇസ്രായേൽ ജനം അവർ മിസ്രൈമിലായിരുന്ന സമയത്ത് അവർ എത്രയോ വർഷങ്ങൾ, ഏതാണ്ട് 400-ലധികം വർഷങ്ങൾ അവർ ഫറവോനിയ അടിമത്തത്തിന് കീഴിലായിരുന്നു. വാസ്തവത്തിൽ അവർ അന്ന് അവിടെ ആയിരിക്കുമ്പോൾ അവർ കെട്ടപ്പെട്ടവരാ. അവരറിയുന്നില്ല അവർ കെട്ടപ്പെട്ടവരാണെന്ന്. കാരണം അവർക്ക് ആരാധിപ്പാൻ പോലും കഴിയാത്തതായ അവസ്ഥ, അവരുടെ ദൈവത്തെ പോലും ചിന്തിക്കാൻ കഴിയാത്തതായ ഒരു മാനസികാവസ്ഥയിലേക്ക് ആ ജനം കടന്നു വന്നു. ഇന്നും ഇതുപോലെ അനേക ആളുകളുണ്ട്. അവർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ സമയമില്ല, ദൈവത്തെ സ്തുതിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. ഒരു കൊയറോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലവണ്ണം വാദ്യോപകരണങ്ങൾ വായിക്കുന്നതായ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ചിലർക്ക് ആരാധിക്കുവാൻ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയത്തുള്ളൂ. കാരണം അവരുടെ കൈകളെല്ലാം കെട്ടപ്പെട്ടിരിക്കുന്നതായ അനുഭവമാണ്. എന്നാൽ ആ ജനം ദൈവത്തോട് നിലവിളിച്ചു. എന്തുകൊണ്ട് നിലവിളിച്ചു? അവർ തിരിച്ചറിഞ്ഞു, ഞങ്ങൾ കെട്ടപ്പെട്ടവരായിരിക്കുന്നു, ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നില്ല, ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല. അവരുടെ ജീവിതത്തിൽ വലിയ ശൂന്യതകൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ ദൈവത്തോട് കരഞ്ഞു. അതാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്, എൻ്റെ ജനത്തിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് ദൈവം ആ ജനത്തെ രക്ഷിക്കാനുള്ള രക്ഷണീയ വഴികൾ ഒരുക്കുവാൻ തുടങ്ങി. നോക്കൂ, അങ്ങനെ ആ ജനം വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി തുടങ്ങിയ, അങ്ങനെ വിടുതൽ പ്രാപിച്ചതായ ജനം മിസ്രയീം വിട്ടു പോരുമ്പോഴും ഇവർക്ക് ആരാധിക്കാൻ കഴിയുന്നില്ല. പക്ഷേ നമ്മളോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫറവോന്റെ മുമ്പാകെ മോശയെ ദൈവം അയക്കുമ്പോൾ ഫറവോനോട് പറയുന്ന വാചകം ഇതായിരുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. അതിനർത്ഥം നീ പിടിച്ചു വെച്ചിരിക്കുന്നോണ്ടാണ് എന്റെ ജനത്തിന് ആരാധിക്കാൻ കഴിയാത്തത്. ഇന്നും അങ്ങനെയല്ലേ? പിശാച് പലരെയും അവരുടെ ജീവിതത്തിൽ പിടിച്ചു വെച്ചിരിക്കുന്നുകൊണ്ട് അവർക്ക് ശരിയായിട്ട് ദൈവത്തെ അവരുടെ ശരീരം കൊണ്ടോ അവരുടെ ജീവിതം കൊണ്ടോ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നില്ല. എന്നാൽ ഇസ്രായേൽ ജനം അവർ വിടുതൽ പ്രാപിച്ച് ചെങ്കടൽ കടന്നു കഴിഞ്ഞ, അതേ അവരെ കഴിഞ്ഞ 400-ലധികം വർഷങ്ങളായി അടിമത്തത്തിൽ വെച്ചുകൊണ്ടിരുന്ന ഫറവോനെ സംഘത്തെയും ആ ചെങ്കടലിൽ കർത്താവ് മുക്കിക്കളഞ്ഞു കഴിഞ്ഞാണ് നമ്മൾ വായിക്കുന്നത്, മിരിയാം തപ്പെടുത്ത് ദൈവത്തെ ആരാധിച്ചു. മിരിയാം മാത്രമല്ല കേട്ടോ, ഞാൻ വിശ്വസിക്കുന്നു അവിടെയുള്ള എല്ലാവരും തങ്ങളുടെ കയ്യിരിക്കുന്ന വാദ്യോപകരണങ്ങളെല്ലാം എടുത്ത് ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും തുടങ്ങി. ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം ആവശ്യമാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ആ ഒരു റെസ്റ്റോറേഷനിലേക്ക്, ആ ഒരു നവീകരണത്തിലേക്ക്, ആ ഒരു യഥാസ്ഥാനത്തിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായി ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. ഇവിടെ ശമര്യക്കാരത്തെ സ്ത്രീയോട് കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അതായത് ആരാധന അത് ആത്മാവിലും സത്യത്തിലുമാണ്. എന്താണ് ആത്മാവിലും സത്യത്തിലും എന്ന് പറയുന്നത്? അതായത് ആത്മാവിലും സത്യത്തിലും എന്ന് പറയുന്നത്, ആത്മാവെന്ന് പറയുന്നത് ആത്മാവിനാൽ നയിക്കപ്പെടുന്നതായ ആരാധന. ഒരു സിൻസിയർ സ്പിരിറ്റോടുകൂടെ, ഒരു ഹൃദയംഗമായ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതായ രീതിയിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കണം.
അതായത് അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്ചർ, ദൈവവചന പ്രകാരം നമ്മൾ ദൈവത്തെ ആരാധിക്കണം. നമുക്ക് തോന്നിയതുപോലെ ആരാധിച്ചാൽ പോരാ. ദൈവവചനപ്രകാരം ആരാധിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താ? ദൈവവചനപ്രകാരം ജീവിക്കുന്നവരാണ്, അവരുടെ ജീവിതമാണ് യഥാർത്ഥ ആരാധന. ആ ആരാധനയിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. നിരാശയോടുകൂടെ പറയട്ടെ, പലരും ചിന്തിക്കുന്നത് ആരാധന എന്ന് പറയുന്നത് ഞായറാഴ്ച 2 മണിക്കൂറുകൾ ചർച്ചിൽ ചെലവഴിക്കുന്നതാണ് ആരാധന, അല്ലെങ്കിൽ ഏതെങ്കിലും കൺവെൻഷന് പോയി അവിടെ ഗായക സംഘത്തോടൊപ്പം പാടുന്നതാണ് ആരാധന. നോ, ആരാധന നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കില്ല ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുവെന്ന്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ കാണുന്ന പോലെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ആരാധനയാണ് ശരിയായ ആരാധന. അത് നമ്മുടെ ജീവിതത്തിലൂടെയാണ് വെളിപ്പെടേണ്ടത്. തീർച്ചയായിട്ടും പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ദൈവത്തെ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്നതും ആരാധനയുടെ ഭാഗം തന്നെയാണ്. പക്ഷേ അത് ഇതിൻ്റെ ഒരു എക്സ്പ്രഷൻ മാത്രമാണ്, അതിൻ്റെ ഒരു പ്രകടനം മാത്രമാണ്. നമ്മുടെ ജീവിതം ഒരു ആരാധനയായി തീരുന്നതിൻ്റെ ഒരു പ്രകടനം മാത്രമാണത്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അതേ, നമ്മൾ ഒരുമിച്ച് ഒരു കൂട്ടായ്മയായി നമ്മളെല്ലാവരും ആരാധനയിൽ ഒരേപോലെ, ഒരേ കൂട്ടായ്മയോടെ, ഒരേ മനസ്സോടെ നമുക്ക് ഒന്നിച്ച് ആത്മീയമായി, ആത്മാവിൽ നയിക്കപ്പെട്ടവരായി, അതേ തിരുവഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ സത്യത്തിൽ നമുക്ക് ആരാധിക്കാം. അതിന് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതെ, നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അതായിരിക്കും ദൈവത്തിന് പ്രസാദം. തീർച്ചയായിട്ടും ആരാധന എന്നുള്ള വിഷയത്തിൽ അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത ഒരു ജീവിതം നയിക്കുന്ന ഒരാൾക്ക് തങ്ങളുടെ പാട്ടുകൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം. അതെ, നമ്മളുടെ പാട്ടുകളും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്തുതിവാചകങ്ങളും നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ബാഹ്യ പ്രകടനമാണ്. ഇത് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായിട്ടുള്ളത്. അതിലേക്ക് കടന്നു വരുവാൻ ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കാറുണ്ട്, ഞങ്ങൾ ചർച്ചിൽ കടന്നുപോയി, അല്ല ഞങ്ങൾ പൊതുമധ്യത്തിലൊക്കെ നിന്നുകൊണ്ട് പാട്ടുകൾ പാടുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത് മാത്രമാണ് ആരാധന എന്നുള്ളത്. പക്ഷേ ശരിയായിട്ടുള്ള ആരാധന എന്താണെന്നും ഞങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നവരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുമാണെങ്കിൽ അതിൻ്റെ ബാഹ്യ പ്രകടനമായി ഞങ്ങൾ പാടുന്ന പാട്ടുകളും ഞങ്ങളുടെ സ്തുതി സ്തോത്ര വാചകങ്ങളും അങ്ങേക്ക് പ്രസാദകരമായി മാറുമെന്നും ദൈവത്തെ ഞങ്ങൾ അതുവഴി ഉയർത്തുന്നുവെന്നും ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നു. ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേ, ആമേ. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത് എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നിങ്ങൾക്ക് കൂടുതൽ വചനഭാഗങ്ങൾ അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി എന്നെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങൾക്ക് പങ്കിടുക. അതേപോലെ തന്നെ നിങ്ങൾ ആത്മീയമായ കൂട്ടായ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.